നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഹകരിച്ചു പ്രവർത്തിക്കാൻ പി.വി. അൻവർ. മുന്നണി പ്രവേശന നിബന്ധനയിൽ അൻവർ അയഞ്ഞു. പിണറായി സത്തിനെതിരെ ഒരുമിച്ച് മുന്നോട്ട് പോകുമെന്നും പി.വി. അൻവർ പറയുകയാണ്. വാക്കുകളിലേക്ക് ആദ്യം. ചർച്ച പരിപൂർണ പോസിറ്റീവായിരുന്നു. ഞങ്ങൾ വളരെ സംതൃപ്തരാണ്. പിണറായി സത്തിനെതിരെ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന ഒരു കൃത്യമായ ധാരണയുണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ വിശദീകരിച്ചിട്ടുണ്ട്. പിണറായി സത്തെ എങ്ങനെയാണ് നമ്മൾ തകർക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുടെ കാഴ്ചപ്പാടുകൾ വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ലീഡർഷിപ്പ് ആ കാര്യം വളരെ ഗൗരവമായി മണിക്കൂറുകളോളം ഇരുന്ന് കേട്ട് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി സ്വാഭാവികമായിട്ടും അവർ UDF ലീഡർഷിപ്പുമായി കൂടിയാലോചിച്ച് ഔദ്യോഗികമായിട്ടുള്ള ഒരു UDF മീറ്റിംഗിലൂടെ കാര്യങ്ങൾ തീരുമാനമാവും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി.വി. അൻവറുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു കോൺഗ്രസ് നേതൃത്വവും. പി.വി. അൻവറിന്റെ സഹകരണം നിലമ്പൂരിൽ ഗുണം ചെയ്യുമെന്ന് V.D. സതീശനും K. സുധാകരനും പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടാകുമോ തീരുമാനം? അത് UDF ആയിട്ട് ആലോചിച്ചാലേ പറയാൻ കഴിയും. We can think about it. Okay. നിശ്ചയമായും സഹകരണവും നമ്മൾ സ്വീകരിക്കും, ഗുണം ചെയ്യും. പി.വി. അൻവറുമായിട്ട് നമ്മൾ വിശദമായി സംസാരിച്ചു. അദ്ദേഹം കോൺഗ്രസുമായിട്ടും UDF-ഉമായിട്ടും സഹകരിച്ച് നിൽക്കും. അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് സഹകരണത്തിൻ്റെ മോഡെന്താണ് എന്നതിനെക്കുറിച്ച് അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയിലും UDF-ലും ചർച്ച ചെയ്തൊരു തീരുമാനമെടുത്ത് അദ്ദേഹത്തെ അറിയിക്കും. UDF ഘടകകക്ഷികളുടെ അത് ചെറുതും വലുതൊന്നുമല്ല, എല്ലാ ഘടകകക്ഷികളായിട്ട് UDF ഘടകകക്ഷികളുമായിട്ട് ചർച്ച ചെയ്തിട്ട് മാത്രമേ ഒരു കക്ഷിയുടെയോ ഒരാളുടെയോ UDF പ്രവേശനത്തെക്കുറിച്ച് ഫൈനലായിട്ട് പറയാൻ പറ്റുള്ളൂ. എല്ലാ ഘടകകക്ഷികളുടെ അഭിപ്രായം ഗൗരവത്തോടുകൂടി കേട്ടിട്ട് ഞങ്ങൾ ഒരുമിച്ചൊരു തീരുമാനം പെട്ടെന്നെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് ചേരുന്നു. ഹാൻസ്, തൃണമൂൽ കോൺഗ്രസിനൊപ്പം നിർത്തുന്നതിന് AICCയുടെ പച്ചക്കൊടി സംസ്ഥാന നേതൃത്വത്തിനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പി.വി. അൻവറിനെ സംബന്ധിച്ച ഇന്നത്തെ ഈ ചർച്ച നിർണായകമായിരുന്നു. എന്താണ് ഈ വിഷയത്തിൽ അൻവറിന്റെ നിലപാട്? എങ്ങനെ, ഏത് രീതിയിൽ അൻവറിനെ പാർട്ടിയിൽ അക്കോമഡേറ്റ് ചെയ്യാനാണ് നിലവിലെ തീരുമാനം? ചർച്ചകൾ എങ്ങനെയായിരുന്നു? സേതുലക്ഷ്മി, അൻവറിനെ സംബന്ധിച്ചിടത്തോളം UDF-ന്റെ ഭാഗമാകുക എന്നുള്ളത് തന്നെയാണ് പരമമായിട്ടുള്ള ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് പി.വി. അൻവറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള V.D. സതീശൻ, രമേശ് ചെന്നിത്തല, KPCC പ്രസിഡന്റ് K. സുധാകരൻ എന്നിവരോടൊപ്പം 1 മണിക്കൂറോളം നേരം ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത്, പ്രധാനമായും ചർച്ചയിലെ വിഷയങ്ങൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും അതിനോടൊപ്പം തന്നെ മുന്നണിയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ ഒരു അന്തിമ തീരുമാനമുണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ വരുന്ന നിലമ്പൂർ തെരഞ്ഞെടുപ്പിലാവട്ടെ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാവട്ടെ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാവട്ടെ, ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം സഹകരിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പക്ഷേ മുന്നണിയിൽ തൃണമൂൽ കോൺഗ്രസുമായി ഒരു മുന്നണി രൂപീകരിക്കുക എന്നുള്ളതിനൊരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. അത് UDF-ലെ മറ്റ് ഘടകകക്ഷികളുമായി ചർച്ച ചെയ്തതിന് മാത്രം അതിലേക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കൂ എന്നാണ് എല്ലാ നേതാക്കളും വ്യക്തമാക്കിയിരിക്കുന്നത്. KPCC പ്രസിഡന്റ് K. സുധാകരനാവട്ടെ ആ ഒരു മറുപടി തന്നെയാണ് നമുക്ക് നൽകിയത്. ഈ വിഷയം പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നതല്ല, രാഷ്ട്രീയമായിട്ടുള്ള വിഷയമാണ്, എല്ലാവരുമായിട്ട് ചർച്ച ചെയ്യണം. ഘടകകക്ഷികളുടെ കൂടെ തീരുമാനത്തിന് ശേഷം മാത്രമേ തൃണമൂൽ കോൺഗ്രസിനെ ആവട്ടെ അൻവറിനെ ആവട്ടെ മുന്നണിയിലേക്ക് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. സേതുലക്ഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തൃണമൂൽ കോൺഗ്രസിനെ UDF-ലേക്ക് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ദേശീയ നേതൃത്വത്തിന് അടക്കം അതൃപ്തിയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു അൻവറിന് അനുകൂലമായ ഒരു നിലപാടുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ അൻവർ ഏറ്റവും അധികം ഉറ്റുനോക്കുന്നത് UDF-ലേക്കുള്ള ഒരു അംഗത്വം തന്നെയാണ്. പക്ഷേ തൃണമൂൽ കോൺഗ്രസ്സുകാരനായിട്ട് തന്നെ UDF-ലേക്ക് പ്രവേശനം നടത്താനാണ് അൻവറിൻ്റെ ഒരു നീക്കം. അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ UDF-ലേക്ക് മുന്നണിയിലേക്കൊരു എൻട്രി ലഭിച്ചില്ലെങ്കിൽ അൻവർ അടവ് നയങ്ങളെല്ലാം മാറ്റാനുള്ള സാധ്യതയുമുണ്ട്. കാരണം അല്പസമയം മുമ്പ് അൻവർ അടക്കം വ്യക്തമാക്കിയത് UDF ആണെങ്കിൽ കോൺഗ്രസ് ആണെങ്കിലും നിർത്തുന്ന സ്ഥാനാർത്ഥിയെ പൂർവാധികം ശക്തിയോടെ പിന്തുണയ്ക്കും, പിണറായി സത്തിനെതിരെ പ്രവർത്തിക്കാനാണ് ശ്രമമെന്നൊക്കെയാണ്. പക്ഷേ മുന്നണിയുമായി ബന്ധപ്പെട്ട് ഒരു സമവായ നീക്കം ഉണ്ടായില്ലെങ്കിൽ, തൃണമൂലിന് ഒരു എൻട്രി ലഭിച്ചില്ലെങ്കിൽ അൻവർ ഈ അയവ് നയങ്ങളെല്ലാം തന്നെ മാറ്റാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. സേതുലക്ഷ്മി, വ്യക്തമാണ് ഹാൻസ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ
PV അൻവറിന്റെ തീരുമാനം. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് ജോ.